ഇതാണ് സൗവർണികയുടെ തുടക്കം. ഇങ്ങനെ അങ്ങോട്ട് പോവുക. അവിടെ നിന്നാണ് ഒഴുകി ഇങ്ങോട്ട് വന്നത്. അപ്പുറം ചെന്നിട്ട് വളഞ്ഞ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോവുകയാണ്. നമ്മുടെ കൂടെ വന്ന ആൾക്കാരെല്ലാം നടന്ന് മുന്നോട്ട് പോയി. ഇത് കുടജാദ്രി മലനിരകളുടെ അംശഭാഗങ്ങളാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ തെക്ക് വശത്തേക്കാണ് ഏറെ ഉയരത്തിലും നീളത്തിലും മലനിരകളുള്ളത്. അത് ക്ഷേത്രത്തിൻ്റെ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് ആയിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മുൻവശത്തു നിന്ന് സൗവർണികയിലേക്ക് പോകുന്ന വഴിയുടെ സഞ്ചാരപാതയാണ്. ഈ സഞ്ചാരപാത അങ്ങനെ അവിടെ ചെന്ന് തീരുകയാണ്. സൗവർണിക അവിടുന്ന് പിന്നെയും മലകൾക്ക് മുകളിലേക്ക് നീണ്ടു പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ തീർത്ഥാടകർ. വണ്ടി ഞാൻ മാറി. തീർത്ഥാടകർ മലയുടെ പൊത്തൊക്കെ പരിശോധിച്ച് നടക്കുവാണ്. അതുവഴി പോകാമോ? ഇതെങ്ങനെ അമ്പലത്തിന് മുമ്പോട്ടില്ല? ഈ വഴിയോ? അത് ശരി. അല്ല, ഇങ്ങോട്ട് വരുന്നത് അത്രയും ദൂരെ കാണുള്ളായിരിക്കും. അല്ല, അവിടുന്ന് പുഴ ശകലമുള്ള അതുകൊണ്ടാ നമുക്ക് നോക്കാം. പുഴ ശകലമല്ല, ഇത് അങ്ങ് ദൂരെ നിന്ന് ഒഴുകി വരുന്നല്ലേ. അതിൻ്റെ ഉത്ഭവം അങ്ങ് മലയുടെ പൊക്കത്തിലായിരിക്കും. ആവശ്യമായ മൂകാംബിക ഭക്ത പുറകെ വരുന്നു. ഇവിടെ അല്ലേ? അവിടെ നടയുണ്ട്. എന്നാൽ ഇവിടെ ഇറങ്ങാം. ഇവിടെ ഇറങ്ങി പാപമെല്ലാം കഴുകി കളഞ്ഞേച്ച് കയറിപ്പോരെ കേട്ടോ. അവിടെ മല വന്നു. അത് കുടജാദ്രി മലനിരകളാണ്. നമ്മൾ പോകുന്ന ഈ വഴിക്കാണോ പോകുന്നത്? അങ്ങോട്ട് കുടജാദ്രിയിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് കണ്ടത്. നട ഇറങ്ങുന്നില്ലേ? സൗവർണിക ഒഴുകി വരുന്ന വഴിയോരം ആ പാലത്തിൻ്റെ അപ്പുറേക്കും നീണ്ടു പോകുന്നുണ്ട്. കുറവാണ്.
വർഷകാലത്ത് ഇത് നല്ല തിങ്ങി ഒഴിവായിരിക്കും അല്ലേ? വേ ടു മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി. ആ, ഇവിടുന്ന് വലത്തേക്ക് പോയാൽ അമ്പലത്തിലേക്കും, ഇടത്തേക്ക് പോയാൽ സൗവർണിക സ്നാനഘട്ടത്തിലേക്ക് പോകും. തിരിച്ചു വരിക. തൃപ്തിയായോ കൈ കണ്ടിട്ട്? ഇനി പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കേട്ടോ. അമ്പലത്തിലേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്ന ട്രാക്ടറാണ് കാണുന്നത്. വീഡിയോ അവസാനിപ്പിക്കൂ. ഹായ് ഗൈസ്.